ഭയത്തോടും മണക്കത്തോടും ചെയ്വെടുത്ത് നമ്മുടെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധേക്കുവനിലെ ദൈവത്തിന്റെ ജീവനുള്ള ജനങ്ങളെ നാം കേൾക്കണം. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും സുവിശേഷിക്കുന്ന യോഹന്നാൻ ശ്ലീഹാ എഴുതിയ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിൽ നിന്ന് ദൈവമാതാവായ വിശുദ്ധകന്യമറിയാമിൽ നിന്ന് ജഡം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശുപുരാൻ പെരുന്നാളിന് വരുന്നു എന്ന് കേട്ട് വലിയ ജനക്കൂട്ടം ഈന്തപ്പനയുടെ പുരുത്തോലകളും എടുത്ത് അവനെ എതിരേൽക്കുവാൻ പുറപ്പെട്ടു. അവർ ഇങ്ങനെ ഉച്ചത്തിൽ ആർത്തന വിളിച്ചു പറഞ്ഞു, ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്ന ഇസ്രായേലിന്റെ രാജാവിന്റെ ഹോശാന, ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്ന ഇസ്രായേലിന്റെ രാജാവിന്റെ ഹോശാന, ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്ന ഇസ്രായേലിന്റെ രാജാവിന്റെ യേശുനമ്പുരാൻ ഒരു കഴുതയെ കണ്ട് അതിന്മേൽ കയറിയിരുന്നു. സഹിയോൻ പുത്രീ, നീ ഭയപ്പെടേണ്ട, കണ്ടാലും നിന്റെ രാജാവ് കഴുതപ്പുറത്ത് കയറി നിന്റെ അടുക്കിലേക്ക് വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അവന്റെ ശിഷ്യന്മാർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. എങ്കിലും യേശുവിന്റെ മഹത്വീകരണത്തിന് ശേഷം അവനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരുന്നു എന്നും തങ്ങൾ അവന് വേണ്ടി പ്രകാരം ചെയ്തു എന്നും അവർ ഓർത്ത് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം അദ്ദേഹം ലാസറിനെ ഖബറിൽ നിന്ന് വിളിച്ച് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് സാക്ഷ്യം നൽകിയിരുന്നു. യേശു ഈ അടയാളം ചെയ്തു എന്ന് കേട്ടത് കൊണ്ടും കൂടെയാണ് വലിയ ജനക്കൂട്ടം അവനെ സ്വീകരിക്കുവാൻ വന്നത്. അപ്പോൾ പരീശന്മാർ നമ്മെ കൊണ്ട് ഒന്നും സാധിക്കുന്നില്ല, ഇതാ ലോകമൊക്കെയും അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു എന്ന് പരസ്പരം പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ.